children, welcome to my channel. ഇനി നമുക്ക് എക്സസൈസ് 8.3 ചെയ്യാം. 8.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ. എമൗണ്ടും കണ്ടുപിടിക്കണം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കണം. 10,800 for 3 years at 12.5% per annum compounded annually. അപ്പോൾ നമ്മളവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. എമൗണ്ട്, അതായത് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് നമ്മൾ ഇതിൻ്റെയാണ് ഈ 10,800ൻ്റെയാണ് കാണേണ്ടത്. ആ എമൗണ്ട് അതിൻ്റെയാണ് കാണേണ്ടത്. അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ലാസ്റ്റുള്ള എമൗണ്ട്, ലാസ്റ്റ് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടും കാണണം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണണം. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എത്രയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറഞ്ഞാൽ 10,800. ഇനി എന്താണ്? 6 റേറ്റ് എത്രയാണ്? 12.5%. ഇതാണ് റേറ്റ്. ആ റേറ്റ് പെർ ആനം, അത് അത്രയും പെർസെൻറ്റേജാണ് പെർ ആനം നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, അതിനെ ഫ്രാക്ഷനാക്കി മാറ്റണം. ഈ മിക്സഡ് ഫ്രാക്ഷനാക്കിയ 12 × 2 എന്ന് പറഞ്ഞാൽ 24. 24 + 1 എന്ന് പറഞ്ഞാൽ 25. 25/2. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റാൻ. അപ്പോൾ 6 എന്ന് പറയുന്നത് 25/2 ആണ് വരെ. ഇനി എന്താ വേണ്ടത്? ഇതിൽ n വേണം. n = എത്ര ഇയർ ആണ്? 3 ഇയേഴ്സ്. n = 3 എന്ന് വെച്ചാൽ ഇത് ആനുവലിയാണ് കണ്ടത്. അപ്പോൾ n 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് എമൗണ്ട് കാണാനുള്ള ഫോമുല എന്താ? എമൗണ്ട് കാണണം. അവസാനം ഉണ്ടാവുന്ന 3 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട എമൗണ്ട് = ഫോമുല P × കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോമുല P × 1 + R/100 n. ഇതാണ് എമൗണ്ട് കാണാനുള്ള ഫോമുല. അതിൽ പി എത്ര? പ്രിൻസിപ്പൽ എമൗണ്ട് 10,800 × 1 + R എത്ര വരുന്നത്? 25/2 × 100. അതായത് 25/2 6 ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 100 ഉണ്ട്. n എന്ന് പറഞ്ഞാൽ 3. എന്നിൻ്റെ വാല്യൂ 3 = എത്ര വരിക? 10,800 × ഇതിൽ നമുക്ക് എന്തെങ്കിലും വെട്ടിക്കളയാണെങ്കിൽ വെട്ടിക്കളയാം. ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റൂൽ, അതായത് ഈ 100ഉം ഈ 25 100ൽ 4 ടൈംസ് പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 × 4 8 ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയായി മാറി 1 + 1/8 3. ഈ 25ഉം 100ഉം വെട്ടി ഇവിടെ 4 × 2 8, ന്യൂമറേറ്ററിൽ 1. അപ്പോൾ അത് ഫ്രാക്ഷൻ ഇങ്ങനെയായി മാറി = 1,800. ഇനി ഇതിനെ LCM കാണണം. ഇവിടെ ഡിനോമിനേറ്റർ 8, ഇവിടെ 1. അപ്പോൾ ഡിനോമിനേറ്റർ ഇല്ല, 1 ആണ്. അപ്പോൾ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 + ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എന്താ പറയുക, LCM കാണാനൊക്കെ. 8 3. ദാറ്റ് = 10,800. 8 + 1 എന്ന് പറഞ്ഞാൽ 9/8 3 = 10,800 × 9/8 3. അപ്പോൾ എത്ര പ്രാവശ്യം എഴുതണത്? 3 ടൈംസ് എഴുതണം. 9/8 × 9/8 × 9/8. അപ്പോൾ അത്രയും പ്രാവശ്യം എഴുതണം. ഇനി ഇവിടെ എന്താ കട്ട് ചെയ്ത് കളയാനുള്ളത്? ഇനി ഏതൊക്കെ പോവും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ? നമുക്ക് വേണമെങ്കിൽ ഇത് എന്താ പറയുക, 2 കൊണ്ട് കട്ട് ചെയ്യാം. ഇത് 8ൽ 2 4 ടൈംസ് പോവും. ഇവിടെ 2 10ൽ 5 ടൈംസ്, 8ൽ 4 ടൈംസ്, പിന്നെ 2 0 ഉണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇനി വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. ഇവിടെ എന്താ കിട്ടുക നമുക്ക്? 2 7 0 0 എന്ന് കിട്ടും. അപ്പോൾ അത്രയും അത് പോവും. ഇനി കട്ട് ചെയ്യാൻ ഇനിയും കട്ട് ചെയ്യാം. ഇനി 2 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര കിട്ടുക? 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 27, 2ൽ 1 ടൈം 7, 2ൽ 1 ടൈം 7ൽ 3 ടൈം 5 0. ആ 2ഉം കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി 2 കൊണ്ട് കട്ട് ചെയ്യാം. ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ടൈംസ് വരും. ഇവിടെ 13ൽ 2 എത്ര പ്രാവശ്യം പോവും? 6 ടൈംസ് പോവും. പിന്നെ 15ൽ
7 times 14 5 675. അപ്പോൾ നമുക്കിവിടെ ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 675 ഇൻറ്റു 9 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 8. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലൈ. 9 ഇൻറ്റു 9 ഇവിടെ 8 ഇവിടെ 4 അതേ ഉള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ 15,377.34 എന്ന് കിട്ടും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15,377.34 എന്നാണ് ഈ എമൗണ്ട് കിട്ടുക. ഇതെന്താണ്? എ എമൗണ്ട്. എമൗണ്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 years കഴിയുമ്പോൾ ആനുവലി കിട്ടുന്ന എമൗണ്ട്. നമ്മൾ എത്ര ആദ്യത്തെ എമൗണ്ട് ഉണ്ടായിരുന്നത്? 10,800 ആയിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടായിരുന്നത്. ആ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കി 3 years കഴിയുമ്പോൾ എത്ര പെർസെൻറ്റേജ്? 12.5 years പെർ ആനം ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, അത്രയും പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കണക്കാക്കി 3 year കഴിയുമ്പോൾ ആ 10,800 എന്തായി മാറും? 15,377.34 റുപ്പീസായി മാറും. അത്രയായി മാറും. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ എമൗണ്ട് കിട്ടി. എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണാൻ പറഞ്ഞത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ CI എന്നാണ് നമ്മൾ പറയുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഈ എമൗണ്ടിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുക. ലാസ്റ്റ് 3 years കഴിഞ്ഞ് ഉണ്ടാവുന്ന എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ എത്ര ഇൻട്രസ്റ്റ് വന്നു എന്ന് മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ ഇൻട്രസ്റ്റ് വന്നതല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇപ്പം കിട്ടിയ ഈ അവസാനത്തെ എമൗണ്ടിനെ എ എന്ന് പറയും, മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന എമൗണ്ടിനെ പി എന്നും പറയും. അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. എയിൽ നിന്ന് പി മൈനസ് ചെയ്യുക. എ എത്രയാണ്? 15,377.34 മൈനസ് എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? 10,800. അത് മൈനസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക ആൻസർ? നമുക്ക് കിട്ടുന്ന ആൻസർ ₹4,577.34. അത്രയും റുപ്പീസാണ് കിട്ടുക. 4,577.34. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതാണ്, എമൗണ്ട് ഇതാണ്. ഓക്കെ, ഇത് മൈനസ് ചെയ്ത് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് മൈനസ് ചെയ്തപ്പോൾ ഇതാണ് കിട്ടുക. 4,577.34 അത്രയും രൂപന്ന് കിട്ടി. നെക്സ്റ്റ് അതേ ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കാം. ₹18,004 2.5 years at 10% per annum കോമ്പൗണ്ട് ആനുവലി. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് 18,000 ആണ്. എത്ര ഇയർ ആണ് എഴുത്തുള്ളത്? 2.5 വർഷമാണ്. എത്രയാണ് റേറ്റ്? 10% ആണ്. ഇതും എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റില്ല? 2.5 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തന്നെയാണ് ഇതിലും കാണാൻ പറ്റില്ല. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് ABCD എല്ലാത്തിലും നമ്മൾ കണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പിന്നെന്താണ് ടോട്ടൽ അവസാനം കിട്ടുന്ന എമൗണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ നമ്മൾ ഈ ഫോർമുലയിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കൊടുക്കാം. P is equal to ₹18,000. പിന്നെ റേറ്റ് R is equal to 10. റേറ്റ് 10 ആണ്. N is equal to എത്ര ഇയറാ? 2.5 year എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2.5 year കാണുമ്പോഴുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർമുല എങ്ങനെയാണ്? P ഇൻറ്റു 1 + R/100 all raised to n. അപ്പോൾ P 80,000 ഇൻറ്റു 1 + റേറ്റ് 10/100 all raised to n എന്ന് പറയുന്നത് 2.5 വർഷമാണ്. അപ്പോൾ all raised to n എന്നുള്ളിടത്ത് 2.5 അല്ല, അതിനെ ഫ്രാക്ഷൻ ആക്കിയാലും നമുക്ക് 5/2 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ 5/2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ all raised to power ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആനുവലിയാണ്, ഈ ഹാഫ് ഇയർലി അല്ല ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്. ആനുവലിയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓരോ വർഷം കഴിയുമ്പോഴാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കും. അങ്ങനെയല്ല, ആനുവലിയാണ് ഇൻട്രസ്റ്റ് കണക്കാക്കാൻ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുക. അപ്പോൾ ഈ ഹാഫ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കും. അപ്പോൾ 2 വർഷത്തെ നമ്മൾ ഇതുപോലെ
ആനുവലി ഈ ഫോമുല ഉപയോഗിച്ച് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹാഫ് ഇയേഴ്സിൻ്റെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ചെയ്തു. അതിൽ പറഞ്ഞിട്ടുണ്ട് അതിലെങ്ങനെ വെച്ചാൽ 2.5 ഇയേഴ്സ് 2 ഇയേഴ്സ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോമുല ഉപയോഗിച്ച് കാണും. പിന്നെ ഹാഫ് ഇയർ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ട് കാണും. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 2 ഇയേഴ്സാണ്. അപ്പോൾ ഇവിടെ n = 2.5 ഇയേഴ്സ് അല്ല നമ്മൾ എടുക്കുക, 2 ഇയേഴ്സിൻ്റെയാണ് എടുക്കുക. ഞാൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. 2 ഇയേഴ്സാണ് n എടുക്കുക. അപ്പോൾ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം. എമൗണ്ട് ഫോമുല അപ്ലൈ ചെയ്യാം. ഒക്കെ ഫോമുല അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പമാണ്. എമൗണ്ട് = P × 1 + R/100 all raised to n = P 18,000 into 18,000 into 1 + R/100 എന്ന് പറഞ്ഞാൽ 10/100 all raised to n. 2 ഇയേഴ്സിൻ്റെയാണ് നമ്മൾ ഈ ഫോമുല ഉപയോഗിച്ചിട്ട് കാണുന്നത്. = 18,000 into ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് രണ്ടും കട്ട് ചെയ്ത് 10ൽ 10 ഒരു പ്രാവശ്യം പോവും, 100ൽ 10 പ്രാവശ്യം പോവും. അപ്പോൾ 1 + 1/10 ആയി മാറും. all raised to 2. 1/100 എന്നുള്ളത് 1/10 ആവും. = 18,000 into ഇത് LC എടുക്കുമ്പോൾ 10 + 1/10 വരും. all raised to n അല്ല 2 all raised to 2 = എന്താ വരിക? എന്താ ആൻസർ വരിക? 18,000 into 18,000 into 10 + 1 എന്ന് പറഞ്ഞാൽ 11. 11/10 all raised to 2 = 18,000 into 11/10 into 11/10. 2 പ്രാവശ്യം all raised to 2 അല്ലേ വേണ്ടു. അപ്പോൾ 2 പ്രാവശ്യമല്ലേ മൾട്ടിപ്ലൈ ഉണ്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാവുന്നത് കട്ട് ചെയ്ത് കളയാം. ബാക്കിയല്ല. പിന്നെന്താ ഉള്ളത്? 11 into 11. പിന്നെന്താ ഉള്ളത്? ഇൻറ്റു 180. അതല്ലേ ഉള്ളൂ ബാക്കി. 180 ഉണ്ട് ഇവിടെ, 180 ഉണ്ട്. പിന്നെ ഇവിടെ 11 ഉണ്ട്, ഇവിടെ ഒരു 11 ഉണ്ട്. ഇത്രയും മൾട്ടിപ്ലൈ ഉള്ളൂ. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 21,780 എന്നാണ്. റുപ്പീസ് 21,780 എന്നാണ് നമ്മുടെ എമൗണ്ട് കിട്ടുക. എമൗണ്ട് എ = 21,780. നമ്മൾ എത്രയായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്? 18,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അത് എത്രയായി മാറി? 21,000. 2 ഇയർ കഴിഞ്ഞപ്പോൾ 21,780 ആയി മാറി. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ എമൗണ്ടിന്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇനി ഹാഫ് ഇയേഴ്സും കൂടി കാണണം. ഹാഫ് ഇയറും കൂടി കാണണം. 2.5 വർഷത്തിനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 വർഷത്തിൻ്റെ അവസാനം നമ്മുടെ തുക എത്രയായി? 21,780 ആയി മാറി. ഇനി ഒരു ഹാഫ് ഇയറും കൂടി നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ നമ്മൾ അവിടെ എന്താ കാണുക? SI സിമ്പിൾ ഇൻട്രസ്റ്റ്. SI എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. SI ഓൺ ഏതിനെടുക്കുക? ഈ എമൗണ്ടിന് എടുക്കുക. SI ഓൺ റുപ്പീസ് 21,780. എത്ര പെർസെൻറ്റേജിന്? അറ്റ് 10% പെർ ആനം. പെർ ആനം എന്നുള്ളത് നമുക്ക് ഷോർട്ടായിട്ട് PA എന്ന് എഴുതാം കേട്ടോ. പെർ ആനം ഫോർ എത്ര ഇയേഴ്സാണ്? ഹാഫ് ഇയേഴ്സ്. അതാണ് ഇനി നമ്മൾ കാണുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടിട്ട് 2 വർഷം കഴിയുമ്പോൾ ഇത്ര തുക കിട്ടി. ആ തുകയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടാൽ മതി. 2.5 വർഷം കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മൾ ഓരോ ഇയർലി കാണുമ്പോൾ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണും. ആ എല്ലാ തുകയും കൂടി കൂട്ടിയിട്ട് അത് പ്രിൻസിപ്പളായിട്ട് എടുത്തിട്ട് വീണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തുക എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് പ്രിൻസിപ്പൾ എമൗണ്ട് ആക്കിയിട്ട് വീണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് കാണുന്നത്. ഇതും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ട് ആ തുകകൾ ആഡ് ചെയ്ത് 2.5 ഇയേഴ്സ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ എളുപ്പത്തിന് ഫോമുല ഉപയോഗിച്ച് 2 ഇയേഴ്സിൻ്റെ ഒന്നിച്ച് ഇങ്ങനെ കണ്ടു. ബാക്കി ഹാഫ് ഇയേഴ്സിൻ്റെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഹാഫ് ഇയേഴ്സിൻ്റെ മാത്രം ഈ എമൗണ്ടിന് ഈ ഹാഫ് ഇയറിൽ മാത്രം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ P എത്രയാണ്? P ഈ എമൗണ്ടാണ് 21,780 ആണ്. റേറ്റ് എത്രയാണ്? 10 ആണ്. പിന്നെന്താ അവിടെ കണ്ടത്? ടൈം എത്രയാണ്? ഹാഫ് ഇയറാണ്. അപ്പോൾ നമുക്ക് ഫോമുല എന്താണ്? എമൗണ്ട് കാണാനുള്ള ഫോമുല അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോമുല
PRT/100. PRT/100 ആണ് നമ്മുടെ ഫോർമുല. ഈക്വൽ ടു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി എന്ന് പറഞ്ഞാൽ എത്രയാ? 21,780 ഇൻറ്റു 6 10 ഇൻറ്റു ടി എത്രയാ? ഹാഫ് 1/2. 1/2 ആണ്. ഇൻറ്റു ഇതിനൊരു 100 ഇല്ലേ ഇവിടെ ഒരു 100 ഉണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. ഇനി 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്താൽ എത്ര കിട്ടുക? ഈ 2ഉം ഇതും കൂടി കട്ട് ചെയ്താൽ 2ൽ 1 ടൈംസ് 1ൽ പോയില്ല, അപ്പോൾ 0 ഇടണം. 17ൽ 8 ടൈംസ് പിന്നെ റിമൈൻഡർ 1 ഉണ്ട്, 16 അല്ലേ ഉള്ളൂ, 9. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക 1089. അപ്പോൾ ഈ എമൗണ്ട് എത്ര കിട്ടുക? ₹1089. ഇതാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഹാഫ് ഇയർ. ഈ എമൗണ്ടിന് ഹാഫ് ഇയർ കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയാലാണ് ഹാഫ് ഇയർ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നറിയാം. മനസ്സിലായോ നിങ്ങൾക്ക്? 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് 18,000 എന്തായി മാറി? 21,780 ആയി. ആ 2 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഹാഫ് ഇയറിൽ ഇൻട്രസ്റ്റ് ഇത്രയും കൂടി കൂടി 1,089 കൂടി ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ നമ്മുടെ എമൗണ്ട് എത്രയായി? എമൗണ്ട് ഈക്വൽ ടു എന്താ ചെയ്യുക? പി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി അതിൻ്റെ കൂടെ കൂടണം. അപ്പോൾ എത്ര കിട്ടുക? 21,780 പ്ലസ് 1,089. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന തുക? 22,869. 22,869 എന്നുള്ളതാണ് നമ്മുടെ തുക കിട്ടുക. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എമൗണ്ട് ഇപ്പോൾ എത്രയായി? നമ്മുടെ 18,000 രൂപ എന്തായി മാറി? 22,869 ആയി എമൗണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിന്ന് ഈ എമൗണ്ടിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുക. അതായത് 22,869 നിന്ന് 18,000 മൈനസ് ചെയ്യുമ്പോൾ 4,869. അപ്പം നമ്മൾക്കിപ്പോൾ എന്താ കിട്ടിയത്? 2.5 വർഷത്തിന് ശേഷം 18,000 രൂപ എത്ര രൂപയായി എമൗണ്ടായി മാറി? 22,869 രൂപയായി മാറി. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് കൂടിയത്? 18,000 നിന്ന് ഇവിടെ വരെ കൂടിയത് എത്രയാ? 4,869. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ₹62,500 for 1.5 years at 8% per annum compounded half yearly. ഇതുവരെ നമ്മൾ ചെയ്തത് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഇത് ചെയ്യേണ്ടത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി വേണം ചെയ്യാൻ. അപ്പോൾ എമൗണ്ട് എഴുതുക 62,500. പിന്നെ റേറ്റ് 8% പെർ ആനം ആണ്. വർഷത്തേക്കാണ് 8%. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ. റേറ്റ് 8% പെർ ആനം, അതായത് ഒരു വർഷം 8%. പക്ഷേ ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ കൺവേർഷൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ റേറ്റിൻ്റെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണ്ടു. ഹാഫ് ഇയർലി ആണെങ്കിൽ ഇത് 8% പെർ ആനം തന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇയർലി ആണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ഹാഫ് എടുക്കണം, ഇതിൻ്റെ പകുതി എടുക്കണം. ഹാഫ് ഇൻറ്റു 8% പെർ ഹാഫ് ഇയർ ആക്കണം. പെർ ആനം 8% ആണെങ്കിൽ പെർ ഹാഫ് ഇയർ അതിൻ്റെ പകുതി എടുക്കണം. ഹാഫ് ഇൻറ്റു 8%. ഹാഫ് ഇൻറ്റു 8% 4%. ഇതിൻ്റെ പകുതി 4% പെർ ഹാഫ് ഇയർ. അപ്പോൾ 8% പെർ ആനം ആനുവൽ ആണെങ്കിൽ 8% പെർ ആനുവൽ ഒരു വർഷം എന്നർത്ഥം. 8% പെർ ആനം ആണെങ്കിൽ 4% പെർ ഹാഫ് ഇയർ ആയിരിക്കും, അതിൻ്റെ പകുതി ആയിരിക്കും. ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കണമെന്ന് വെച്ചാൽ. പിന്നെ n = 1/2 1.5 ഇയേഴ്സ്. അതായത് n എത്രയാണ്? 1.5 വർഷത്തേക്കാണ്. 1.5 വർഷമാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ ഓരോ ഹാഫ് ഇയറിലും നമ്മൾ കൺവേർഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 വർഷം എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം ചെയ്യും. അതിൻ്റെ ഇൻറ്റു 2 1.5 ഇൻറ്റു 2. അതായത് ഇത്രയും 1.5 ഇയേഴ്സ് ആണെങ്കിൽ 1.5 ഇൻറ്റു 2 ഹാഫ് ഇയേഴ്സ്. 3 ഹാഫ് ഇയേഴ്സ് ഉണ്ടാവും. 1.5 വർഷത്തിൽ 3 ഹാഫ് ഇയേഴ്സ് ലെവലിൽ ഒരു കൊല്ലത്തിൽ 2 ഹാഫ് ഇയേഴ്സ്, ഹാഫ് ഇയേഴ്സിൽ 1 ഹാഫ് ഇയേഴ്സ്. അങ്ങനെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റേറ്റ് എന്താ ചെയ്യേണ്ടത്? റേറ്റ് ഇതിൻ്റെ പകുതി എടുക്കണം. n എന്താ എടുക്കേണ്ടത്? n 1.5 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ കൊടുക്കണം, ഇരട്ടി ഡബിൾ കൊടുക്കണം, 3 എടുക്കണം. അപ്പോൾ 8% പെർ ആനം ആണെങ്കിൽ 4% പെർ ഹാഫ് ഇയർ എടുക്കണം. ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കണമെന്ന് വെച്ചാൽ 1.5 ഇയേഴ്സ് ആണെങ്കിൽ 3 ഇയേഴ്സ്
3 ഹാഫ് ഇയേഴ്സ് ആക്കി എടുക്കണം. ഫോമുലയിൽ എന്നിന് 3 എന്ന് കൊടുക്കണം, ആറിന് 4 എന്ന് കൊടുക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് കാണാൻ വേണ്ടി എമൗണ്ട് സിക്വൽ ഫോമുല സെയിം തന്നെയാണ്. പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n. ഈ ഫോമുല തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഈ ഫോമുലയിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന്, ആറിന് 4 എന്നും കൊടുക്കണം, എന്നിന് 3 എന്നും കൊടുക്കണം. പക്ഷേ ഇവിടെ 6 8ഉം n 1.5 തന്നിട്ടുള്ളത്. അതിങ്ങനെയാക്കി മാറ്റണം ഹാഫ് ഇയർലി ചെയ്യുമ്പോൾ. അപ്പോൾ പി ഇത് തന്നെയാണ്. എത്ര? 62,500 ഇൻറ്റു 1 പ്ലസ് ആർ എത്രയാണ് നമ്മൾ എടുക്കുക? 4. 8% ആണെങ്കിൽ 4 എന്ന് എടുക്കുക. ഓൾ റേസ് ടു എന്ന് പറയുന്നത് 1.5 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ 3 ഇയേഴ്സ് എടുക്കുക. ഇത് ഡബിൾ ആക്കും, ഇത് ഹാഫ് ആക്കും. ഈക്വൽ ടു 62,500 ഇൻറ്റു ഇത് നമുക്ക് കട്ട് ചെയ്യാം. 4ഉം 100ഉം കൂടി കട്ട് ചെയ്താൽ എത്ര പ്രാവശ്യം പോകും? 400ൽ 25 ടൈംസ് പോകും. 1 ടൈംസ് അപ്പോൾ 1/25 ഹോൾ റേസ് ടു 3. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടാം. 1/25 ഈക്വൽ ടു 62,500 ഇൻറ്റു ഇത് എൽ സി എം കാണുമ്പോൾ 25 പ്ലസ് 1/25 എന്ന് വരിക. എൽ സി ഹോൾ റേസ് ടു 3. ദാറ്റ് ഇസ് ഈക്വൽ ടു 62,500 ഇൻറ്റു 26/25 ഹോൾ റേസ് ടു 3. അപ്പോൾ എന്ത് കിട്ടും? 62,500 ഇൻറ്റു 26/25 എത്ര പ്രാവശ്യം എഴുതണം? 3 ടൈംസ് എഴുതണം. 26/25 ഇൻറ്റു 26/25 ഇൻറ്റു 26/25. അത് 26/25 ഹോൾ റേസ് ടു 3 ആയതുകൊണ്ട് 3 പ്രാവശ്യം എഴുതണം. അത് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ആൻസർ ഈക്വൽ ടു ഇതെല്ലാം കൂടി നിങ്ങൾ 25 കൊണ്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്താൽ അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. 70,304. അതായിരിക്കും എമൗണ്ട് കിട്ടുക. എമൗണ്ട് എസ് ഈക്വൽ ടു 70,304 ആണ് എമൗണ്ട് കിട്ടുക. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സീക്വൽസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യണം. അവസാനം കിട്ടുന്ന എമൗണ്ട് ഏതാണ്? 70,000. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 70,304 എന്ന് ഏത് മൈനസ് ചെയ്യണം? 70,304 എന്ന് ഏത് മൈനസ് ചെയ്യണം? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരുന്നു? 62,500 ആയിരുന്നു. ഇതാണ് അവസാനം നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് 70,304. അതിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 62,500 ആണ്. അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? റുപ്പീസ് 7,804. റുപ്പീസ് 7,804 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ എമൗണ്ട് 70 എത്രയാണ്? 1.5 വർഷം കഴിയുമ്പോൾ എമൗണ്ട് 70,304 ആവും. അപ്പോൾ നമുക്ക് എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും? 7,804 കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ.